വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബൈബിളിൽ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് പ്രവാചകന്മാരോട് ദൈവം സംസാരിക്കുന്നത്. എന്നാൽ കുടുംബങ്ങളോട് ദൈവം സംസാരിക്കുമോ? ഇതാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ചർച്ചാ വിഷയം. ദൈവം കുടുംബങ്ങളോട് സംസാരിക്കുമോ? ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഓൺ സ്ക്രീനിൽ നമ്മളോടൊപ്പം ഉള്ളത് സുനിലങ്കളും ബിജിമോൾ ആൻറ്റിയാണ്. സുനിലങ്കൾ ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. ബിജിമോൾ ആൻറ്റി ഹോം മേക്കറാണ്. അവർക്ക് 6 മക്കളാണ് ഉള്ളത്. ഹലോ അങ്കിൾ, അങ്കളുടെ കുടുംബത്തിലൂടെ എങ്ങനെയാണ് ദൈവം സംസാരിച്ചത് എന്നൊന്നുമായി ഞങ്ങളായിട്ട് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നമുക്ക് ശരിക്കും അറിയത്തില്ല ദൈവം സംസാരിക്കുന്നതെന്നും. ഒരിക്കൽ ബിജിമോൾ അവളുടെ വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ അങ്ങോട്ട് പോകാൻ യാത്ര ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു 3 മണിക്കൂറിലധികം യാത്രയുണ്ട്. ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ബസ്സിൽ കയറാൻ പറ്റുന്നില്ല, കയറാൻ തോന്നുന്നില്ല. ഞാനിങ്ങനെ നിൽക്കുകയാണ്. 2 മണിക്കൂറോളം ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. തിരിച്ച് ഞാൻ വീട്ടിൽ പോയിരുന്നു. ഞാൻ വന്നിട്ട് അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അവിടെ രാത്രിയിൽ എന്തോ സംഭവം നടന്നു, ഹർത്താലാണ്. അപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ ഇടയ്ക്ക് പെട്ടുപോകും. അപ്പോൾ അവർ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിന് ശേഷമാണ് മനസ്സിലായത് പരിശുദ്ധാത്മാവാണ്, ദൈവമാണ് നമ്മളെ ആ യാത്രയിൽ സഹായിച്ചത്. ഇപ്പോൾ പോകണ്ട എന്ന് സഹായിച്ചത്. മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ നമ്മുടെ തീരുമാനമെടുക്കുന്നതിൽ നമ്മുടെ ജീവിതം മുഴുവൻ തീരുമാനമാണല്ലോ. അപ്പോൾ ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുന്നതിൽ ഒരു സമയത്ത് ഒരു ആവശ്യം വന്നപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ആരെങ്കിലും പോയി ചോദിക്കാം, അല്ലെങ്കിൽ ലോൺ എടുക്കാം, എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് വന്നു. പക്ഷേ ആകെ ഒരു കൺഫ്യൂഷൻ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ദൈവത്തോട് ചോദിക്കാം, അതാണല്ലോ ശരിയായ വഴി, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്. അങ്ങനെ ചോദിച്ചപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്നൊരു പ്രേരണയാണ് കിട്ടിയത്. അപ്പോൾ ആ വെയിറ്റ് ചെയ്തപ്പോൾ ആ ദിവസങ്ങളിൽ വളരെ അത്ഭുതകരമായിട്ട് നമുക്കൊരു ബാധ്യത ഉണ്ടാകാത്ത രീതിയിൽ ആ ആവശ്യം അങ്ങ് നിറവേറപ്പെട്ടു. അപ്പോൾ ശരിക്കും ദൈവത്തോട് ചോദിക്കുന്നതും ദൈവത്തിനെ കേൾക്കുന്നതും ജീവിതത്തിൽ ഒരുപാട് ക്രമം വരുത്താൻ സഹായകമായി എന്ന് മനസ്സിലായി. മക്കളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ബിജിമോൾ പറയും. വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ദൈവസ്വരം കേട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി നന്നായിരിക്കും. മക്കളുടെ സ്കൂളിൽ ചേർക്കുന്ന സമയം വന്നപ്പോൾ ഞങ്ങൾക്ക് മക്കൾ ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ട് ദൈവത്തോട് ചോദിച്ച് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ പ്രാർത്ഥിക്കുകയും ആലോചന ചോദിക്കുകയും ചെയ്തപ്പം കിട്ടിയൊരു പ്രേരണ അനുസരിച്ച് സ്കൂളിൽ മക്കളെ ചേർത്തു. ഞങ്ങളുടെ മക്കളിൽ ഒരാളാണെങ്കിൽ പുതിയ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവൻ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ സ്കൂളിൽ ഇരിക്കത്തേയില്ല, ഭയങ്കര കരച്ചിൽ. ഒരാഴ്ച സ്കൂളിൽ ഒരു സെക്കൻഡ് പോലും അവൻ ഇരിക്കത്തില്ലായിരുന്നു. അപ്പോൾ അവനെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു ടീച്ചറിനെയാണ് ആ ഒരു ക്ലാസ്സിൽ അവന് കിട്ടിയത്. അപ്പോൾ ടീച്ചറിനോട് ഇവന് നല്ല അടുപ്പം വന്നു, ടീച്ചറിൻ്റെ കെയറിങ്ങിലൂടെ. ഇപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പോയി നിൽക്കും ഒരാഴ്ച. അങ്ങനെ നിന്ന് ടീച്ചറിനോടുള്ള അടുപ്പത്തിലൂടെ അതിൽ ചേർന്ന് പിന്നെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ദൈവം അവനെ സഹായിച്ചു. ഇതിലൂടെ ഞങ്ങൾക്ക് മക്കളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായത്. വേറൊരു ക്വസ്റ്റ്യൻ, ഈ മക്കളിലൂടെ ദൈവം സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അങ്കിൾക്ക് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ മക്കളിലൂടെയാണ് കൂടുതലും ദൈവസ്വരം കേൾക്കാൻ പറ്റുന്നത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തത് കൊണ്ട് അത് അങ്ങനെ പോകുന്നേ ഉള്ളൂ. ഈ 6ാമത്തെ കുഞ്ഞിന് പ്രഗ്നൻ്റായ സമയത്ത് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് പതുക്കെ ഇവരടുത്ത് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, അമ്മേ ഈശോ നമുക്കൊരു കുഞ്ഞുവായും കൂടെ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ശരിക്കും മക്കളോട് പറയേണ്ട സമയമായി. അതൊരു ദൈവസ്വരമായിട്ട് കണ്ട് അവരോട് പറയാനും അങ്ങനെ അവർക്ക് വലിയ സന്തോഷമാകാനും കാരണമായി. ഒപ്പം തന്നെ ഒരുപാട് ഉൾക്കാഴ്ചകൾ മക്കളുടെ ചില ഡയലോഗുകളോട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ദിവസം നോക്കിയപ്പോൾ ഈ ഏറ്റവും ഇളയാൾ അമ്മേ ഓടി വരണേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഓടിച്ചെന്നപ്പം എന്താണെന്ന് വെച്ചാൽ ഈശോ വീണു ഇതാ രക്തം വരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ആളൊരു ക്രൂശ് രൂപം എടുത്ത് വെച്ചിട്ട് ഒരു തുണി കൊണ്ട് ഈ രക്തം തുടച്ച് കളയുക. ഈശോ വീണു, മുറിഞ്ഞു ഈശോ വീണു എന്ന് പറഞ്ഞു. അപ്പം അതിങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചിരിച്ചങ്ങ് പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ചിന്ത, ശരിക്കും ഈശോ വേദനിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈശോയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു ചിന്ത, അത് കർത്താവ് കിട്ടുന്നൊരു ചിന്തയായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു സംഭവത്തിലൂടെ അവർ പറഞ്ഞു പോയെങ്കിലും നമ്മളോട് സംസാരിക്കേണ്ട കാര്യം ദൈവം കൃത്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതുപോലെ നിരവധി സംഭവങ്ങൾ, ചിലത് ബിജിമോൾ പറയായിരിക്കും. കഴിഞ്ഞൊരു ദിവസം യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ മക്കളിൽ ഒരാൾ വന്ന് ചോദിച്ചു, അമ്മേ ATM കാർഡ് എടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എല്ലാം എടുത്തു വെച്ചിരിക്കുന്നതാണ്.
എന്നിട്ട് ഞങ്ങൾ ഞാൻ ശ്രദ്ധിച്ചില്ല, യാത്ര തുടങ്ങി. കുറച്ചങ്ങ് യാത്ര ചെയ്തപ്പോഴാണ് മനസ്സിലായി കയ്യിൽ ATM കാർഡില്ല, ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ മോൻ പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ ഉള്ളിൽ അമ്മയോട് ചോദിക്കാൻ, അത് ശ്രദ്ധിക്കാനായിട്ട് പറയാൻ ഒരു പ്രേരണ തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ മക്കളിലൂടെ ദൈവം സംസാരിക്കാനുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ വേറൊരു യാത്രയുടെ സമയത്ത് ഞങ്ങൾ റെഡി ആവാനായിട്ട് തുടങ്ങിയപ്പോൾ മക്കളിൽ ഒരാൾ നിർബന്ധിച്ച് പറഞ്ഞു, ഇങ്ങനെ പലതവണ പറഞ്ഞു, ഇന്ന് യാത്ര ചെയ്യാൻ ഇന്ന് തോന്നുന്നില്ല. നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ആ യാത്ര മാറ്റി വെച്ചു. അപ്പോൾ പിറ്റേ ദിവസം ന്യൂസ് പേപ്പർ വന്നപ്പോഴാണ് അറിഞ്ഞത്, ട്രെയിന് സ്റ്റേഷനിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ എൻ്റെ ടണലിൽ എന്തോ പ്രോബ്ലം വന്നിട്ട് അന്നുള്ള എല്ലാ ട്രെയിൻസും സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ അന്ന് 6 മക്കളെയും കൊണ്ട് തനിയെ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി പോയേനെ. ഈ ദൈവസ്വരം മനസ്സിലാക്കി അത് നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിൽ പരിശീലിപ്പിക്കുക എന്നൊക്കെ എങ്ങനെയാണെന്നൊന്ന് നിങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? പ്രധാനപ്പെട്ട കാര്യം ഈ ദൈവം ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള കാര്യം തന്നെ നമുക്കും മക്കൾക്കും ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യം. മറ്റു പലരുടെയും ജീവിത അനുഭവങ്ങൾ കേൾക്കാനും വീട്ടിൽ ഷെയർ ചെയ്യാനുമുള്ള സമയം കണ്ടെത്താറുണ്ട്. അപ്പം പറയുമ്പം തന്നെ നമുക്ക് അറിയാമല്ലോ, വിശ്വാസം ഉണ്ടാകുന്ന കേൾവിയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും, ദൈവം ഇങ്ങനെയൊക്കെ ഇടപെടുമോ, ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ, അത് കൊള്ളാമല്ലോ, അപ്പോൾ നമ്മുടെ കാര്യത്തിലും ദൈവം ഇടപെടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾക്കും മക്കൾക്കും ഈ ഒരു കാര്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുമെന്ന് വിശ്വാസം ഉണ്ടാകാത്ത രീതിയിലുള്ള ഷെയറിങ്ങുകൾ കേൾക്കാനും പങ്കുവയ്ക്കാനും ശ്രദ്ധിക്കാറുണ്ട്. ഈ അടുത്ത ദിവസം നടന്ന സംഭവമാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു മോണിറ്റർ ഒന്ന് കേടായി, ഇപ്പോൾ അത് മാറേണ്ട സമയം വന്നു. അപ്പോൾ അവരിങ്ങനെ പറയുകയാണ്, നമുക്ക് പുതിയ മോണിറ്റർ വാങ്ങിക്കണം. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അത് ഒന്നും ചെയ്യാൻ തോന്നുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ മനോഹരമായ രീതിയിൽ ഒരു പുതിയ സിസ്റ്റം ക്രമപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം, ചില കാര്യങ്ങൾ അവരെത്ര പറഞ്ഞാലും നമുക്ക് ദൈവം പറയുമ്പോഴാണ് ചെയ്യേണ്ടത്. നമുക്ക് അന്നേരം തോന്നും ഇപ്പോൾ ചെയ്യാമെന്ന് തോന്നുന്നെങ്കിലും ചിലപ്പോൾ സമയമായി കാണത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കറക്റ്റായിട്ട് ഒരു സമയം വരുമ്പോൾ അതങ്ങ് സംഭവിക്കും. അപ്പോൾ അതും അവർക്കൊരു പരിശീലനമാണ്. എപ്പോഴും ഓർഡിനറി ചെയ്യുന്നതല്ല, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ടെന്നുള്ള ആ ഒരു പരിശീലനം കൂടെ അവർക്ക് കിട്ടാനത് സഹായമാവും. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് വചനമെടുക്കും. അപ്പം മാതാവിനോട് 3 നന്മ നിറഞ്ഞവരെയും ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിലൂടെ ദൈവഹിതം എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കി തരണമേ എന്ന്. അന്നേരം വ്യക്തമായിട്ട് ദൈവം നയിക്കുന്നതായിട്ട് കാണും. പിന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾ മക്കളെ കൂട്ടി വിളിച്ചിരുത്തി പ്രാർത്ഥിക്കും. അപ്പോൾ മക്കളും ഇത് കാണും. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവരും ബൈബിൾ എടുത്തുകൊണ്ട് വരും. അപ്പേ അമ്മേ ഒന്ന് ദൈവത്തോട് ചോദിക്കുമോ, ഇത് ഞങ്ങൾക്ക് വേണോ വേണ്ടയോ? അങ്ങനെ അവർക്കും മനസ്സിലാവും എങ്ങനെയാണ് ഓരോ കാര്യങ്ങളിലും തീരുമാനം എടുക്കേണ്ടതെന്ന്. താങ്ക് യു അങ്കിൾ, താങ്ക് യു ആൻറ്റി. നമുക്ക് ടോജൻ ചേട്ടനും മീന ചേച്ചിയും അവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് അവർക്ക് സംസാരിക്കാനുള്ളത് നമുക്ക് കേൾക്കാം. സോ ഓവർ ടു യു ടോജൻ ചേട്ടാ, മീന ചേച്ചി. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് മറ്റാരുമല്ല, ഔദച്ചൻ ബ്രദറാണ് നമ്മുടെ കൂടെ ഉള്ളത്. വീട് പാലയ്ക്കടുത്ത് കൂടല്ലൂരാണ്. നവീകരണ രംഗത്ത് ഏകദേശം 30 കൊല്ലത്തോളം പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ വിശുദ്ധ വീതിയുടെ എല്ലാവരുടെയും ഇതായിട്ട് ഞാൻ ഔദച്ചൻ ബ്രദറിനെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം ബ്രദർ. ഓക്കെ ബ്രദർ, ഒത്തിരി കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, അതായത് നമുക്ക് ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഒത്തിരി പല പല കൺഫ്യൂഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള ഒത്തിരി കൺഫ്യൂഷനൊക്കെ വരുന്ന സമയങ്ങളുണ്ടാവും. അപ്പോഴൊക്കെ എപ്പോഴും നമുക്കൊരു കൗൺസിലിങ്ങിനൊക്കെ പോകാനൊരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മോടൊപ്പം ഉള്ള ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം ആത്മാവാണ്, ദൈവം അരൂപിയാണ്. അരൂപിയായ ദൈവത്തെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം ദൈവം ആത്മാവായതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവായ ദൈവമേ, എനിക്ക് ദൈവത്തെ അങ്ങേ ആസ്വദിച്ച് അനുഭവിക്കണം, എനിക്ക് അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കണം, താല്പര്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം ദൈവം കൂടെ ഉണ്ട്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട്, പക്ഷെ എനിക്കിതുവരെ അനുഭവം ഇല്ലല്ലോ എന്നുള്ള ഒരു മനോഭാവത്തിൽ കർത്താവേ ആ സാന്നിധ്യം ഒന്ന് വെളിപ്പെടുത്തിത്താ. ഈ ഒരു കൊച്ചുകുട്ടിയുടെ മനോഭാവത്തോടെ ആശ്രയത്തോടെ നമ്മൾ അന്വേഷിക്കണം. ജെറമ്യ 29
13-14 വാക്യങ്ങൾ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാനിടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ മുഴു ഹൃദയത്തോടെ അന്വേഷിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ ദൈവത്തെ കണ്ടെത്താൻ ദൈവം ഇടവരുത്തുകയാണ്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, മനസ്സിന് പിരിമുറുക്കമുണ്ട്, ഒത്തിരി ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ട്, ദുഃഖമുണ്ട്, നിരാശയുണ്ട്, അസ്വസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ദൈവത്തോട് പറയാം, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവപ്പെടുത്തി തരണമെന്ന്. അങ്ങനെ നമ്മൾ മുഴു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത് ആ ടെൻഷൻ അങ്ങ് മാറുന്നു. എന്തെന്നില്ലാത്തൊരു സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. നമ്മുടെ മനസ്സങ്ങോട്ട് ശാന്തമാകുന്നു, സന്തോഷം കൊണ്ട് നിറയുന്നു, ഒരു പ്രത്യാശ നിറയുന്നു, ഒരു ധൈര്യം നിറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്നിനും മാറ്റം വന്നിട്ടില്ല, അതൊക്കെ അതുപോലെ തന്നെയൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നു. അല്ലെങ്കിൽ എങ്ങനെ പിന്നെ ഈ ശാന്തത വരുന്നത്, ഈ സന്തോഷം തോന്നുന്നത് എങ്ങനെയാണ്? അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് പറ്റും. ഓക്കെ ബ്രദറെ, ഇപ്പം ഒരു വ്യക്തി അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ പല സാഹചര്യങ്ങളിലും ഒരുമിച്ചൊരു തീരുമാനം എടുക്കേണ്ട പ്രതിസന്ധികൾ വരുമ്പോൾ, അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച്, ദൈവത്തിൻ്റെ തീരുമാനം അനുസരിച്ച് ഒരു മുന്നോട്ട് പോകാനൊക്കെ എങ്ങനെ നമുക്ക് പറ്റും? ഒന്ന് പങ്കുവെക്കാമോ? ഈ 32-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം തിരുവചനം ഇങ്ങനെയാണ്: ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം, നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കാമെന്നാണ്. അപ്പം ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് ഉപദേശം തരാം, ആലോചന തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കുടുംബത്തോടാകുമ്പം നമ്മൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഈ തിരുവചനത്തെ മുറുകെ പിടിച്ച് കർത്താവോട് ചോദിക്കണം. ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാവുമല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ ആലോചനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വിഷയം സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, ഇവിടെ അങ്ങയുടെ തിരുവുള്ളം എന്താണ്, അങ്ങയുടെ ആലോചന എന്താണ്, അങ്ങയുടെ ഉത്തരം എന്താണ് എന്ന് ചോദിച്ച് കുടുംബാംഗങ്ങൾ, ഇപ്പോൾ കുടുംബനാഥ, ഭർത്താവ്, ഭാര്യ, അല്ലാപ്പനമ്മ, മക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഈ വിഷയം സമർപ്പിച്ച് കുറേ സമയം ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ദൈവം ഇതിനോടകം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യാം. അങ്ങനെ ഒരു ദൈവസ്ഥാനത്തെ ശരിക്കും അനുഭവിച്ചുകൊണ്ട് നമ്മൾ നിശബ്ദതയിൽ ദൈവത്തെ ശ്രവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തരോടും ഓരോ രീതിയിൽ ദൈവം ഇടപെടും. പക്ഷെ അതിനെ കുടുംബനാഥൻ അല്ലെ ആ പ്രാർത്ഥന കോർഡിനേറ്റ് ചെയ്ത ആൾ അതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല രീതിയിലാണ് അവർ സംസാരിച്ചെങ്കിലും അതിൻ്റെ ഏകദേശം ഉത്തരം ഒന്നായിരിക്കും. അപ്പം അങ്ങനെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് ആ ചിന്ത വരുന്നത്, എങ്ങനെയാണ് ആ തോന്നൽ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടേക്കും. അതിങ്ങനെയാണ്: നമ്മുടെ വിലപ്പെട്ട ഒരു സാധനം കാണാതെ പോയി, നാളെ അത്യാവശ്യമാണ്, അത് നമ്മൾ കളഞ്ഞിട്ടില്ല, എവിടെയോ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എവിടെയോ നമ്മളിങ്ങനെ വാരി വലിച്ചിട്ട് തപ്പി എല്ലായിടും നോക്കി വെച്ചപ്പോൾ നല്ല ഓർമ്മയായിരുന്നു, ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പകുതി സമയം മുഴുവൻ ഞാൻ ഇങ്ങനെ കളയുന്നത്. അങ്ങനെ നോക്കി അവസാനം കിടക്കാൻ നേരത്തെ ഒന്നുകൂടെ നോക്കി, എൻ്റെ ദൈവം നാളെ അത്യാവശ്യം എന്നെ ചെയ്യും, സങ്കടപ്പെട്ടാൻ കിടന്നു, ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തോന്നില്ല ഇന്നടത്ത് ഇരിപ്പുണ്ടെന്ന്, ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലായത്? പലരുടെ അനുഭവമല്ലേ? അതെങ്ങനെയാണ് മനസ്സിലായത്? അതാണ് നിന്നോട് ദൈവം സംസാരിക്കുന്ന രീതി. അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ദൈവസ്ഥലത്തിൽ നമുക്ക് വളർന്നു വരാനായിട്ട് പറ്റും. അതിന് ഏറ്റവും ഉചിതമായത് കിടക്കാൻ നേരത്ത് ഓരോ ഇങ്ങനത്തെ വിഷയങ്ങൾ, നമ്മളറിയേണ്ട കാര്യങ്ങൾ, എല്ലാ ആലോചന കിട്ടേണ്ട കാര്യങ്ങൾ സമർപ്പിച്ചുറങ്ങുക, പ്രാർത്ഥിച്ചുറങ്ങുക. അപ്പോൾ ആ ഉറക്കം മുഴുവൻ ആ പ്രാർത്ഥന തുടരും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ദൈവത്തെ ശ്രവിക്കണം, പ്രാർത്ഥിച്ച് ശ്രവിക്കണം. അപ്പോൾ ഏശയ്യ 50:4-5 വാക്യങ്ങൾ: പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് ഒരു ശിഷ്യനെ എന്ന പോലെ എന്നെ അഭ്യസിപ്പിച്ചു, പ്രഭാതം തോറും ഒരു ശിഷ്യനെ എന്ന പോലെ എൻ്റെ കാതുകളെ അവിടെ നിന്ന് ഉണർത്തുന്നു, ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ദൈവസ്വരം ശ്രവിക്കാൻ ദൈവം തന്നെയാണ് പരിശീലിപ്പിക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് ഇടപെടും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇവിടെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുടുംബത്തിലൊന്നിച്ചും കുടുംബാംഗങ്ങൾ വേറെയും ദൈവസ്വരം ശ്രവിക്കാൻ പറ്റും. പിന്നെ ചിലതൊക്കെ ചോദിക്കുമ്പോഴേ ഉത്തരം തരണമെന്നില്ല, പക്ഷേ കർത്താവ് ആ ചോദ്യത്തെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് പറ്റിയ സാഹചര്യത്തിൽ ചിലപ്പോൾ ഉത്തരം തരും. നേരെ പറഞ്ഞ ഗ്രഹിക്കാനുള്ള ത്രാണി നമുക്കില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റിയൊരു സാഹചര്യത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും. അങ്ങനെ കുടുംബാംഗങ്ങൾക്ക് ആലോചന കിട്ടി കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ചുകൊണ്ട് മുന്നേറാൻ പറ്റും. ബ്രദർ, എന്നോടൊപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു രീതി പറയാണ്. ഞാൻ ഇടയ്ക്ക് ചെറിയ കാര്യങ്ങൾ ഞാനിങ്ങനെ പെട്ടെന്ന് ടെൻഷനാകുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ അമ്മയോട് പറയുമ്പോൾ അമ്മ സ്ഥിരം പറയുന്നൊരു കാര്യമുണ്ട്, നീ ഈശോയോട് ചോദിക്കുക. അപ്പോൾ ഞാൻ തമാശക്കാണെങ്കിലും ഞാൻ ചോദിക്കും, പിന്നെ ഈശോയ്ക്ക് ഇതൊക്കെ നോക്കിയിരിക്കലല്ലേ പരിപാടി.
അപ്പോൾ ഇതിനോട് ചേർന്ന് ഞാൻ ചോദിക്കാം, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, നമ്മുടെ ഏറ്റവും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ദൈവം താല്പര്യം കാണിക്കുമോ, അല്ലെങ്കിൽ താല്പര്യനാണോ ഈശോ ഇതിലേക്കൊക്കെ? അതെ, താല്പര്യനാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 115 സങ്കീർത്തനത്തിൻ്റെ 12 തിരുവചനം പറയുന്നത് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നമ്മളെ അനുഗ്രഹിക്കുന്ന. ഇപ്പോഴും നമ്മളെക്കുറിച്ചൊരു വിചാരമുള്ളവനാണ് നമ്മുടെ ദൈവം. കാരണം കൂടെ ഇരിക്കല്ലേ, കൂടെ നടക്കുകയല്ലേ, നമ്മളെക്കുറിച്ച് വിചാരിക്കാതെ പിന്നെ എന്നാ ചെയ്യാനാ? അതുപോലെ തന്നെ നമ്മളൊക്കെ സുപരിചിതമായൊരു വചനമാണല്ലോ 1 പത്രോസ് 5:7, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തോട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചോദിക്കുന്നത് നല്ല ബന്ധത്തിൽ വളരാൻ അത് ഒത്തിരി ഉപകാരപ്രദമാകും. പിന്നെ ദൈവം ഇങ്ങനെ താല്പര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണുന്നത് നിസ്സാര കാര്യങ്ങളിലായിരിക്കണമെന്നില്ല, വലിയ വലിയ കാര്യങ്ങൾ നമുക്കത് ബോധ്യപ്പെടും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഉദാഹരണമാണ്, നമുക്ക് പൈസ അത്യാവശ്യമായി വന്നു, പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്ന് പൈസ കിട്ടിയില്ല, പ്രതീക്ഷിച്ച വ്യക്തികളെ സമീപിച്ചു, അവരിൽ നിന്നും പൈസ കിട്ടിയില്ല. പണം അത്യാവശ്യമാണ്, കാര്യങ്ങൾ നടക്കണേ അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെ ഇത് കിട്ടും? വിഷമിക്കുക. ആ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർ നമുക്ക് കൊണ്ടുവന്ന് പൈസ തന്ന അനുഭവം ഇല്ലെന്ന് ഓർത്ത് നോക്കിക്കേ. അതിനർത്ഥം ദൈവമാണ് എവിടെ ഇടപെട്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ അവരത് അറിഞ്ഞു കൊണ്ടും തരാൻ ആ മനസ്സ് കാണുന്നത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. അപ്പം അറിയാവുന്നവർ തരാത്തതോ ഇവരിലൂടെ പ്രവർത്തിക്കാൻ ദൈവം തിരുവുള്ളമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകാൻ അത് ആവശ്യമായിരുന്നുകൊണ്ടാണ് മറ്റവർ തരാതെ പോയത്. അവരോട് പിണങ്ങൊന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു വാഹനം അത്യാവശ്യമായി വന്നു, പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് വാഹനം കിട്ടാതെ വിഷമിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ രീതിയിൽ ഇടപെട്ട് വാഹനം തരപ്പെടുത്തി തന്ന് ആ യാത്ര സഫലമാക്കിയ അനുഭവം ഇല്ലെന്ന് ഓർത്ത് നോക്കിയേ. അതുപോലെ തന്നെ ഒരു മനുഷ്യ സഹായം ആവശ്യമായി വന്നപ്പോൾ അറിയുന്ന മനുഷ്യരാരും സഹായത്തിനില്ലാതെ വിഷമിക്കുമ്പോൾ അറിയുന്നവരെക്കാളും താല്പര്യത്തോടെ അറിയാത്തൊരു ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സഹായിച്ച അനുഭവങ്ങളില്ലേ. അതുപോലെ തന്നെ നമ്മളിൽ ഒരാൾ അപകടപ്പെട്ടപ്പോൾ അവിടെ അത്ഭുതകരമായ സംരക്ഷണം കിട്ടിയ അനുഭവങ്ങളില്ലേ. അതുപോലെ തന്നെ രോഗം വന്ന് വിഷമിക്കുമ്പോൾ ഇന്നടുത്ത് പോയി ചികിത്സിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്നടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൃത്യമായി നയിക്കപ്പെട്ട അനുഭവങ്ങളില്ലേ. ഇവിടെയൊക്കെ പ്രവർത്തിച്ചത് ദൈവമാണ്. അപ്പോൾ ദൈവം അത്രമാത്രം ശ്രദ്ധയോടെ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കുമ്പോൾ പിന്നെയും പിന്നെ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ആസ്വദിക്കാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം ബ്രദർ പറഞ്ഞല്ലോ പ്രഭാത പ്രാർത്ഥനയുടെ കാര്യം, ഒരു തീരുമാനം രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചിന്ത വന്നു എന്നുള്ളത്, ദൈവസ്വരം കേൾക്കുന്ന കാര്യം. പക്ഷെ അതുകൂടാതെ മറ്റ് പല രീതിയിലും നമുക്ക് ഈ ദൈവസ്വരം കേൾക്കാൻ പറ്റത്തില്ലേ? അപ്പം ഏതൊക്കെയാണ് ആ വഴികൾ, ഒന്നൊന്ന് വ്യക്തമാക്കാവോ? ദൈവം അതായത് നമുക്ക് ഈ ബൈബിൾ തുറന്ന് വായിക്കുകയാണ്, പ്രാർത്ഥനാപൂർവ്വം ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ വായിച്ച് വരുമ്പോൾ നമ്മളെ ചില വചനം സ്പർശിക്കുമല്ലോ. സ്പർശിക്കുന്ന വചനം ധ്യാനിക്കാമെങ്കിൽ അവിടെ ആ സാന്നിധ്യം അനുഭവപ്പെട്ട് ദൈവം ഉത്തരം തരും. ഇപ്പം ഏശയ്യ 41:10 പലർക്കും ഉത്തരം കൊടുത്തിട്ടുള്ള വചനമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്, സംരംഭിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. ഇത് ആ സമയത്ത് ദൈവം എന്നോട് പറയുന്ന പോലെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയാണ് എനിക്ക് ശക്തിയായി, കരുത്തായി, പിന്നെ ദൈവം താങ്ങുന്നൊരു ഉറപ്പായി. അങ്ങനെ നമുക്ക് ആ മേഖലയിലൊക്കെ കടന്നു പോകാൻ പറ്റും. ഒരുപാട് താങ്ക്സ് ബ്രദർ. ഇത്രയും വലിയൊരാശയമാണ്. ഇപ്പോൾ ചെറിയ വാക്കുകളിൽ ഇത്രയും ആശയങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ നമുക്ക് തിരിച്ച് മനുവിലേക്കും എൽറിയയിലേക്കും പോകാം. ബാക്ക് ടു യു. താങ്ക് യു. ഇനി ഫിലിപ്പൈൻസിൽ നിന്ന് നമ്മളുടെ അച്ഛന് നമ്മളോട് ഇതിനെപ്പറ്റി പറയാനുള്ള എന്താ നോക്കാം. അച്ഛാ കേൾക്കാവോ? കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബത്തോട് ദൈവം സംസാരിക്കുമോ? അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ദൈവം സംസാരിച്ചിട്ടുണ്ടോ? ഈശോ വന്നിട്ട് നിങ്ങളുടെ സംസാരിച്ചിട്ടുണ്ടോ? ഉത്തരം പലതായിരിക്കും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയാം, അങ്ങനെ പറ്റുമെന്ന് പറയാം, അയ്യോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ. പക്ഷേ ഞാൻ ഉറപ്പ് പറയാം, അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും മോശയോടും ദാവീദിനോടും പത്രോസിനോടും പൗലോസിനോടും തോമസിനോടും ഒക്കെ സംസാരിച്ച ദൈവം ഇന്നും നിങ്ങളോടും എന്നോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരു സംശയമില്ല, ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ദൈവത്തെ കേൾക്കുന്നില്ല, അല്ലെ കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെ നമ്മൾ തിരിച്ചറിയുന്നില്ല ദൈവത്തിൻ്റെ ശബ്ദം, പലവിധ കാരണങ്ങൾ കൊണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ദൈവത്തെ കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദൈവം ഉറപ്പായിട്ട് സംസാരിക്കുന്നുണ്ട്. ദൈവത്തെ കേൾക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. ഒത്തിരി തിരക്കുകളുടെ ഇടയിൽ നമുക്ക് കേൾക്കാൻ പറ്റാതെ പോകും, ഒത്തിരി ശബ്ദങ്ങളുടെ ചെറിയ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റാതെ പോകുമല്ലോ. രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലിയാണ്. അതൊന്ന് മാറ്റി പിടിച്ചാൽ പലപ്പോഴും നമുക്ക് ദൈവത്തെ കേൾക്കാം. ദൈവത്തെ കേൾക്കുന്ന പ്രധാനപ്പെട്ട സമയം പ്രാർത്ഥനയാണ്. പക്ഷേ നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്?
ഒരുപക്ഷേ നമ്മൾ ദൈവത്തിന് ഓർഡർ കൊടുക്കുമായിരിക്കും അല്ലേ, കുറേ കാര്യങ്ങൾ വേണമെന്ന് നീണ്ട ലിസ്റ്റ് എടുത്ത് ഓർഡർ കൊടുക്കുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറേ വോക്കൽ പ്രേയേഴ്സ്, ജപമാല ചൊല്ലലോ അല്ലെങ്കിൽ അതുപോലെ നൊവേന ചൊല്ലലോ ഒക്കെ ആയിരിക്കും. അവിടെയൊക്കെ നമുക്ക് സംസാരം നടക്കുന്നുണ്ടോ? ഞാൻ അങ്ങോട്ടല്ലേ സംസാരിക്കുന്നുള്ളൂ, ദൈവം ഇങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഒരു ലിസണിങ് ടൈം കൊടുക്കുന്നുണ്ടോ? അതൊരു പ്രാർത്ഥനയുടെ ഒരു ശൈലി ഒന്ന് മാറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നന്നായിട്ട് നമുക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റേക്കും. പ്രാർത്ഥന ശരിക്കും എന്താ? പ്രാർത്ഥന ശരിക്കും ദൈവമായിട്ടുള്ള സ്നേഹ സംഭാഷണം. അതാണല്ലോ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ച സാധനം, നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ച സാധനം. പക്ഷേ ഈ സ്നേഹ സംഭാഷണം സംഭവിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താ? എനിക്കൊരു സാധനം വേണം, അത് ഞാനങ്ങ് തീരുമാനിച്ചു, എന്നിട്ട് ദൈവത്തിനെ കൊണ്ട് സാധിച്ചെടുക്കുകയാണ്. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണോ? നമ്മൾ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുകയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ഇതൊക്കെ സാധിച്ചു തരണമെന്ന് ദൈവത്തെ കമ്പലിയാണ്. ശരിക്കുന്ന പ്രാർത്ഥന, ഞാൻ ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് അറിയുന്നു, അത് എൻ്റെ ഇഷ്ടമാക്കി മാറ്റാനായിട്ട് എൻ്റെ മനസ്സിനെ ഒരുക്കുന്നു. അതാണ് ശരിക്കും പ്രാർത്ഥന. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ദൈവം പറയുന്നത് ഞാൻ കേൾക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രാർത്ഥന ഒന്ന് മാറ്റിപ്പിടിക്കണം. ആദ്യം നമ്മൾ ഉറപ്പായിട്ട് ചെല്ലുന്ന മറ്റ് പ്രാർത്ഥനകൾക്കും ഒന്നയ്ക്കും നൊവേനകൾക്കും ഒപ്പം തന്നെ ഉറപ്പായിട്ടും PP ചെയ്യണം. ഞാൻ ഈ ക്ലാസ് ഒരു ദിവസം ഞാൻ യൂണിവേഴ്സിറ്റി ക്ലാസ്സിന് പോയപ്പോഴത്തേക്ക് പ്രൊഫസർ ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഡു യു പ്രാക്ടീസ് PP? PP ഇതെന്താ പരിപാടി? അപ്പോഴത്തേക്കാണ് പുള്ളി പറഞ്ഞത് ഷോർട്ട് ഫോം ആണ്. PP മീൻസ് പേഴ്സണൽ പ്രയർ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന, ഒറ്റയ്ക്കിരുന്നുള്ള പ്രാർത്ഥന. നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ടോ? ദൈവശബ്ദം കേൾക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഈ PP എന്ന് പറയുന്നത്, പേഴ്സണൽ പ്രയർ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സമയം നിങ്ങൾക്കുണ്ടോ? ഒരു സ്ഥലം, ഒരു സമയം, കൃത്യമായൊരു ഇടം, എല്ലാം നിങ്ങൾക്ക് ഈശോയായിട്ട് ഇരിക്കാൻ, നിശബ്ദമായിട്ടിരിക്കാൻ, മറ്റ് കാണാതെ പഠിച്ച ഒരു പ്രാർത്ഥനയും ചൊല്ലാതെ വ്യക്തിപരമായിട്ട് നമ്മളിങ്ങനെ വൺ ഓൺ വൺ ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന പോലെ ദൈവത്തോടൊപ്പം ഇരിക്കാനായിട്ടൊരു സമയമുണ്ടോ? അതാണ് നിങ്ങൾ ദൈവത്തെ കേൾക്കാനായിട്ടും ദൈവത്തിൻ്റെ ഹിതം അറിയാനായിട്ടും. ദ ബെസ്റ്റ് ഉദാഹരണം ഈശോ തന്നെയാണല്ലോ. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം എവിടെ ആശാൻ പോയത്? പിതാവിൻ്റെ ഒപ്പം പോയിരുന്നു, സംസാരിക്കുകയായിരുന്നു, കേൾക്കുകയായിരുന്നു, അറിയുകയായിരുന്നു എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഇതാണ് നമ്മുടെ അടുത്ത കാര്യം. എങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തെ കേൾക്കാം? പല രീതിയിൽ കേൾക്കാം. ഒന്നാമത്തെ കേൾക്കലാണ് ഞാൻ പറഞ്ഞ വ്യക്തിപരമായ പേഴ്സണൽ പ്രയോജനം നമുക്ക് ദൈവത്തെ കേൾക്കാം. മറ്റ് പല വ്യക്തികളിലൂടെ നമുക്ക് കേൾക്കാം, പല ഇവൻറ്റുകളിലൂടെ കേൾക്കാം, ചുറ്റുപാടുകളുടെ കേൾക്കാം, വചനം തുറക്കുമ്പോൾ കേൾക്കാം. അങ്ങനെ പല രീതിയിൽ ദൈവം നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. വ്യക്തിപരമായിട്ട് കേൾക്കുന്നതാണ് ആദ്യത്തെ പ്രാർത്ഥനയുടെ ഭാഗം. രണ്ടാമത്തെ നമുക്ക് മറ്റു വ്യക്തികളിലൂടെ നമുക്ക് കേൾക്കാം. അതായത് ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ, ധ്യാനത്തിലേക്ക് പോകുമ്പോൾ, കൗൺസിലിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് ഈശോ പറയുന്നു എന്ന് പറഞ്ഞ പല കാര്യങ്ങൾ പ്രാർത്ഥിച്ച് പറയാറുണ്ടല്ലോ. അതിനെയൊക്കെ അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുണ്ട്. അവരെയൊക്കെ ബഹുമാനത്തോടെ നോക്കിയിട്ട് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എന്നാൽ പിന്നെ മാതാവ് ഉണ്ണിയെയും കൊണ്ട് ദേവാലയത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ശിമയോൻ എന്ന് പറഞ്ഞ വൃദ്ധനായ പുരോഹിതൻ എന്താ പറഞ്ഞത്? മാതാവിനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഇതിലെ കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അനേകരുടെ വളർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമാവും. നിന്റെ ഉദരത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. ഇതൊക്കെ ആരാ പറഞ്ഞേ? ശിമയോനിലൂടെ ദൈവം സംസാരിച്ചതാ. അങ്ങനെയെങ്കിൽ ഈ അടച്ചാക്ഷേപിക്കുന്നവർ നോക്കിക്ക്, അങ്ങനെയെങ്കിൽ ബൈബിളൊക്കെ കള്ളത്തരം എഴുതി വെച്ചേക്കുന്നതാണോ? കെട്ടുകഥകളാണോ? പിന്നീട് അനേകം കാര്യങ്ങളുണ്ടല്ലോ ബൈബിളിൽ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുത്തു പറയാനായിട്ട്. 3 പൂജ്യരാജാക്കന്മാർ അങ്ങ് ദൂരദേശത്ത് നിന്ന് നക്ഷത്രത്തെ കണ്ടു വന്നു. ദൈവം സംസാരിക്കും നക്ഷത്രങ്ങളിലൂടെ, പ്രകൃതിയിലൂടെയൊക്കെ സംസാരിക്കും. നമുക്ക് കേൾക്കാൻ, കണ്ണുകൾ തുറക്കാൻ പറ്റണം, എങ്കിലേ മനസ്സിലാവത്തുള്ളൂ ദൈവം സംസാരിക്കുന്നത് എങ്ങനെ അറിയാനായിട്ട്. നമ്മൾ കൂട്ടം കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായിട്ട് ദൈവം സംസാരിക്കും. ഇത് കൃത്യമായിട്ട് ഈശോ തന്നെ പറയുന്നുണ്ട്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ട്. അതുകൊണ്ട് ദൈവം സംസാരിക്കുന്നു, വെളിപാട് കിട്ടുന്നൊക്കെ പറയുന്ന അടച്ചാക്ഷേപിക്കുന്നവർക്കുള്ള കുഞ്ഞു മറുപടികൾ ബൈബിളിൽ തന്നെയുണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ്, കുഴപ്പമില്ല. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും വ്യത്യസ്തമായ വഴികളിലൂടെ. അപ്പോൾ അടുത്ത ചോദ്യം, ദൈവം കുടുംബത്തോട് സംസാരിക്കുമോ? ഉറപ്പായിട്ട് സംസാരിക്കും. 110% ഉറപ്പ് ദൈവം കുടുംബത്തോട് സംസാരിക്കും. എന്തുകൊണ്ട്? ബിക്കോസ് ഫാമിലി ഈസ് എ ഡിസൈൻ ഓഫ് ഗോഡ്. കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വപ്നമാണ്. ആദ്യത്തെ കുടുംബം നോക്കിക്കേ, ദൈവമാണ് തോട്ടം സ്ഥാപിച്ച്, വീട് സ്ഥാപിച്ച്, ആദിമാതാപിതാക്കളെ ഒരുമിച്ച് അവിടെ ആക്കി എല്ലാ ദിവസവും വൈകുന്നേരം ആദത്തിൻ്റെയും ഹവ്വായുടെയും കരം പിടിച്ച് ഈവനിങ് വാക്കിന് പോകുന്ന ഒരു ദൈവത്തെപ്പറ്റി ഉൽപ്പത്തിയുടെ പുസ്തകം പറയുന്നുണ്ടല്ലോ. ദൈവം എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ പോകണം, എന്തൊക്കെ കാര്യങ്ങൾ അനുസരിക്കണം, എങ്ങനെയൊക്കെ ജീവിക്കണം. പുതിയ നിയമത്തിലേക്ക് വന്ന് നോക്കിക്കേ, ഈശോയുടെ വീക്ക്നെസ് ആയിരുന്നു ഫാമിലീസ്. പത്രോസിൻ്റെ വീട്, ജായറോസിൻ്റെ വീട്, സക്കേബൂസിൻ്റെ വീട്, അല്ലെങ്കിൽ മർത്തായുടെയും മറിയത്തിൻ്റെയും വീട്. ഈശോ സ്ഥിരമായിട്ട് വീടുകളിൽ പോകുമായിരുന്നു. ഈശോ ജനിച്ചു തന്നെ വീട്ടിലല്ലേ. അതുകൊണ്ട് കുടുംബം, family is a design of God. Therefore, master has a plan, master plan. A master plan മനസ്സിലാക്കണമെങ്കിൽ ദൈവം കുടുംബത്തോട് സംസാരിക്കുന്നത് കുടുംബം ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റണം. സോ കേട്ടില്ലെങ്കിൽ എന്തു പറ്റും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദൈവം പറയുന്നത് കേട്ടില്ലെങ്കിൽ എന്തു പറ്റാം? അതാണ്, കേട്ടില്ലെങ്കിൽ സാത്താൻ കയറി കളിക്കും. ബെസ്റ്റ് ഉദാഹരണം വീണ്ടും എവിടെയാണ്? ഉൽപ്പത്തിയുടെ പുസ്തകം. ദൈവം പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർ മറ്റൊരു ദിവസം മറ്റൊരാൾ പറയുന്നത് കേൾക്കാനായിട്ട് തീരുമാനിച്ച് മാറിപ്പോയി. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനുകളാണ് അട്ടിമറിക്കപ്പെടുകയും സാത്താൻ കയറി കളിക്കുകയും ചെയ്തു. ദൈവം പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ കുടുംബം നശിച്ചു പോകും.
കുടുംബത്തിൽ ശിഥിലീകരണം ഉണ്ടാവും. ദൈവത്തിൻ്റെ പദ്ധതികൾ നടക്കാതെ വരുമ്പോൾ നമ്മുടെ മാനുഷികമായ പദ്ധതികൾ നടക്കുകയും കൺഫ്യൂഷൻസ് ഉണ്ടാവുകയും എല്ലാം പൊളിഞ്ഞ് നാശമായി പോവുകയും ചെയ്യും. പഴയ നിയമത്തിലൊക്കെ എന്തോരം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ പൊളിഞ്ഞു പോയൊരു കെട്ടിടം പണിയെ പറ്റി പറയുന്നില്ലേ പഴയ നിയമത്തിൽ? എല്ലാവരും കൂടി പണിതു പൊങ്ങി ആഘോഷിച്ചു. അവസാനം ദൈവം അവരുടെ ഭാഷ എതിരിച്ചു കളഞ്ഞു. അവർ പരസ്പരം മനസ്സിലാക്കാതെ പോയി. കാരണം എന്താ? ദൈവത്തിൻ്റെ പദ്ധതി അല്ലായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം ഭൂമിയിലേക്ക് എന്നെയും നിങ്ങളെ അയച്ചപ്പോൾ, ദൈവം ഭൂമിയിൽ ഒരു കുടുംബത്തെ നട്ടു വളർത്തിയപ്പോൾ ദൈവത്തിനുള്ള പദ്ധതിയും പ്ലാനുകളൊക്കെ ഉണ്ട്. അത് കേൾക്കണം. കേട്ടില്ലെങ്കിൽ അബദ്ധം പറ്റും. അതുപോലെ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. നിങ്ങളൊരു പുതിയ വീട് പണിയാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 2 നിലയുള്ള വീടിൻ്റെ പദ്ധതിയൊക്കെ ഇടുന്നു. ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട് ആ വീടിനെ പറ്റി. ദൈവം ചിലപ്പോൾ ആഗ്രഹിക്കുന്ന 1 നില പണിയാനായിരിക്കും. ദൈവത്തിന് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ, എവിടെ എത്ര മുറികൾ വേണം, എവിടേക്ക് എന്തൊക്കെ പറഞ്ഞു, ദൈവത്തിന് കൃത്യമായിട്ട് പദ്ധതി ഉണ്ടെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ വീട് പണിയാൻ നേരത്ത് ദൈവമേ ഈ ഒരു വീട് എങ്ങനെ പണിയണം? നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? നമ്മൾ പദ്ധതിയും പ്ലാനൊക്കെ ഉണ്ടാക്കും, എഞ്ചിനീയറിംഗ് വരപ്പിക്കും, എല്ലാം കഴിഞ്ഞ് നമ്മൾ അടിത്തറ കെട്ടാൻ നേരത്ത് പള്ളിയിൽ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കല്ല് വെഞ്ചരിച്ച് ബാക്കി പണി തുടങ്ങും. ദൈവത്തെ പകുതിക്ക് വെച്ചല്ല നമ്മൾ അകത്തോട് കെട്ടുന്നത് പണിക്ക്. പ്രിയപ്പെട്ടവരെ, പണിയുന്നതിന് മുമ്പ്, നിങ്ങൾ പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് എങ്ങനെ വേണം ദൈവത്തിന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ വണ്ടി മേടിക്കുന്നു, നിങ്ങൾ വണ്ടി മേടിച്ചിട്ട് വെഞ്ചരിക്കാൻ വേണ്ടി പള്ളി കൊണ്ടുപോകും. വണ്ടി മേടിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ഏത് വണ്ടി മേടിക്കണം, എങ്ങനെയുള്ള വണ്ടി മേടിക്കണം, 4 വീലർ മേടിക്കണോ അല്ലെങ്കിൽ 5 സീറ്റർ മേടിക്കണോ, 7 സീറ്റർ? എപ്പോഴെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോകുന്നു, ഏത് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോകുന്നു ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ വരുമ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ നൊവേനയിലുമായിരിക്കും. പക്ഷേ എൻ്റെ കുഞ്ഞ് ഇന്ന സ്കൂളാണോ പഠിക്കേണ്ടത്, ഇന്ന കോഴ്സാണോ പഠിക്കേണ്ടത്, ഇന്നതാണോ, ഇന്ന സ്ഥലത്താണോ ചേരേണ്ടത്, ഏത് രാജ്യത്ത് പോയി പഠിക്കണം, ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? ദൈവത്തിന് കൃത്യമായിട്ട് പദ്ധതി ഉണ്ടെന്നേ. അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ ഞാൻ ആരെ കെട്ടണം, എപ്പോൾ കെട്ടണം, അല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കണം, ഇതൊക്കെ നമ്മൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ തിരികെത്തിച്ച് പിടിച്ച് മുട്ടുപോയി നിന്ന് കർത്താവെ പെട്ടെന്ന് നടത്തണമെന്ന് പറയും. പക്ഷേ എങ്ങനെ നടത്തണം, ആരെ കെട്ടണം എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് കോൾഡ് ഡിസേൺമെൻറ്റ്. നമ്മൾ ക്ലാസിക്കൽ സ്പിരിച്വാലിറ്റിയിൽ പ്രത്യേകിച്ച് ഇഗ്നേഷ്യസ് ഓഫ് ലയോള കൊണ്ടുവന്നൊരു സാധനമാണ്, പറഞ്ഞു തന്ന സാധനമാണ് ഡിസേൺമെൻറ്റ്. ദൈവഹിതം അറിയുക. എല്ലാത്തിനും ദൈവത്തിനൊരു ഹിതമുണ്ടെന്നേ. എല്ലാത്തിനും പറ്റി മാസ്റ്ററിന് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി പ്ലാനുണ്ട്. മാസ്റ്ററിൻ്റെ പ്ലാൻ അറിയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് കുടുംബം ദൈവത്തെ കേൾക്കണമെന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്കിത് കേൾക്കാമെന്നൊക്കെ മനസ്സിലായല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വഴി, കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നമ്മൾ കൊന്തേരുന്നത് മാത്രമല്ല, അതിനുശേഷം എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒന്നെങ്കിലൊക്കെ പല വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ മക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് സ്തുതിച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം, കരങ്ങളൊക്കെ പിടിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളോട് സംസാരിക്കും. നമ്മൾ ആദിമ സഭയിൽ കണ്ടിട്ടില്ലേ, ശിഷ്യന്മാർ ഒരുമിച്ച് ചേർന്ന് കരങ്ങൾ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അവർ പരസ്പരം സംസാരിച്ചു. ദൈവം എന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചു. ദൈവിക വെളിപാടുകൾ അവരിലൂടെ വെളിപ്പെട്ടു വന്നു. പ്രിയപ്പെട്ടവർ, ആദിമസഭയിൽ മാത്രമല്ല, ഇന്നും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും. നിങ്ങൾ മക്കളും കുടുംബവും ഒക്കെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കും. ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ഹിതം പുറത്തേക്ക് വരും. അത്ഭുതങ്ങൾ സംഭവിക്കും. ജസ്റ്റ് പ്രാക്ടീസ് ഇറ്റ്. നമ്മൾ ചെയ്യാതെ എങ്ങനെ നമുക്ക് ദൈവഹിതം കേൾക്കാൻ പറ്റും? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എ കപ്പിൾസ് പ്രെയർ ടൈം ഉണ്ടായിരിക്കണം. അപ്പാർട്ട് ഫ്രം യുവർ ഫാമിലി പ്രെയർ ടൈം, നിങ്ങൾക്കൊരു കപ്പിൾസ് പ്രെയർ ടൈം ഉണ്ടായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളുടെ കുടുംബത്തിനെ പറ്റിയുള്ള ഹിതം മനസ്സിലാക്കുന്ന, നിങ്ങളുടെ മക്കളെ പറ്റിയുള്ള ദൈവഹിതം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനാ സമയം. ഞാൻ അടുത്തിടെ പരിചയപ്പെട്ട ഒരു കുടുംബം, അവർക്ക് 6 മക്കളുണ്ട്. അവർ പറയും 21 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, 21 വർഷമായിട്ട് ഇതുവരെ മുടങ്ങാതെ ഇതൊരു കാര്യമുള്ളൂ. വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 15-20 മിനിറ്റെങ്കിലും കൃത്യമായിട്ട് ചർച്ച ചെയ്ത് പല കാര്യങ്ങളും ദൈവത്തിന് മുമ്പിൽ ചർച്ച ചെയ്ത് അവർ പ്രാർത്ഥിക്കും. അവർ പറയുന്ന ഫാമിലി പാർലമെൻറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് വൈകുന്നേരം ഒരു 10:30 സാറ് സംഭവിക്കുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും മക്കൾ പോലും ഇപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യില്ല. മക്കളൊക്കെ അത്യാവശ്യം വലുതായി, 10-20 വയസ്സൊക്കെ എത്തി. അവർക്കറിയാം പപ്പായും അമ്മയും ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്ന സമയമാണ്. ഈവൻ യാത്രയിലാണെങ്കിൽ പോലും, ഒരാൾ വേറെ സ്ഥലത്താണെങ്കിൽ പോലും, ഫോണിൽ വിളിച്ചായപ്പോഴും മസ്റ്റായിട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവർ ദൈവഹിതം അറിയുന്നത്. ദൈവം സംസാരിക്കും. 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരെ പറ്റിയുള്ള ഹിതം, കുടുംബത്തെ പറ്റിയുള്ള ഹിതം ദൈവം ഉറപ്പായിട്ട് വെളിപ്പെടുത്തി തരും. കേൾക്കാനായിട്ടുള്ള നമ്മുടെ ചെവികൾ തുറന്നു പിടിക്കണം, ഹൃദയം തുറന്നു പിടിക്കണം. അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു അപേക്ഷ കൂടിയാണ്. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഈ പേഴ്സണൽ പ്രെയർ ഒന്ന് ചെറുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യിക്കണം കേട്ടോ. ലെറ്റ് ദം പ്രാക്ടീസ് നൗ ഇൻ ദ ഏർലി ഏജ്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ അക്കാഡമിയിൽ കൊണ്ട് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ ചേർക്കുമല്ലോ. ചെറുപ്പത്തിൽ ഇതൊക്കെ പഠിക്കാനും ഏൺ ചെയ്യാനും ഒരു കണക്ഷൻ ഉണ്ടാക്കാനൊക്കെ എളുപ്പം. വലുതായി കഴിഞ്ഞിട്ട് കഷ്ടപ്പെടും. അതുകൊണ്ട് മക്കൾ കുഞ്ഞിലെ തന്നെ ദൈവഹിതം എന്നാന്ന് അറിഞ്ഞ് പഠിക്കട്ടെ. ദൈവഹിതം മാത്രം, ഈശോയുടെ ഇഷ്ടമാണോ ഞാൻ ചെയ്യാമെന്ന് നമ്മുടെ കുഞ്ഞു വിശുദ്ധരൊക്കെ പറയുന്ന ആ ഒരു ശൈലിയിലേക്ക് നമ്മുടെ ഈ ചെറുപ്പത്തിൽ തന്നെ തലമുറ അങ്ങ് പൊങ്ങി വരട്ടെ. അപ്പോൾ നമ്മുടെ കുടുംബമൊക്കെ ശരിക്കും സ്വർഗ്ഗമാകും. സ്വർഗ്ഗമാകുന്ന എപ്പോഴാണ്? ദൈവം പറയുന്നത് കേൾക്കുന്ന ഇടമാണ് സ്വർഗം. നമ്മുടെ വീട് സ്വർഗ്ഗമാണെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കണം, അത് നടപ്പാക്കണം. ചാവറേച്ചൻ പറയുന്ന പോലെ ദൈവഹിതം നടക്കും, അത് നടത്തും. അത് നടക്കണമെങ്കിലും നടത്തണമെങ്കിലും ദൈവം പറയുന്നത് കേൾക്കണം. നമുക്കൊരു നിമിഷം ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ,
നീ നൽകിയ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായിട്ട് നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരേ ഒരു കാര്യം മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ നിന്റെ ഹിതം മാത്രം നടക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ ഹിതം മാത്രം നടക്കട്ടെ. അതിനായിട്ട് നിന്നെ ഞങ്ങൾ കേൾക്കട്ടെ. ആ കേൾക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കുറച്ചുകൂടി നേർമയുള്ള ജീവിതങ്ങളാക്കി മാറ്റണമേ. നിന്നിലേക്ക് അടുത്ത ലീനിങ് ടു ഗോഡ്, നിന്നിലേക്ക് കൂടുതൽ ചാരിക്കാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ മക്കൾക്ക് പ്രത്യേകിച്ച് നിന്റെ ഇഷ്ടം നിറവേറ്റണമെന്നൊരു വാശി കൊടുക്കണമേ. നിന്റെ ഹിതം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറട്ടെ. ഞങ്ങളുടെ വീടിനെ പറ്റി, ഞങ്ങളുടെ മക്കളെ പറ്റി, അവരുടെ ഭാവിയെപ്പറ്റി എല്ലാം നിന്റെ ഹിതം മാത്രം ഞങ്ങൾ നിറവേറട്ടെ. ഈ രാത്രിയിൽ ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. അമ്മേ മാതാവേ, ദൈവഹിതം മാത്രം നടത്തിയവളെ, ദൈവത്തെ മാത്രം കേട്ട് നടന്നവളെ, ആ കൃപ ഞങ്ങൾക്കും മേടിച്ചു തരണമേ. നമുക്കൊന്ന് ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏഞ്ചൽ സാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484255913 അല്ലെങ്കിൽ മെയിൽ അയക്കേണ്ടത് info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. Until then, goodbye. Thank you, Acha. Thank you, Thank you, everyone. Thank you so much. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാള